ഓല ഇലക്ട്രിക്കിന്റെ മാർക്കറ്റ് അതുപോലെ സ്റ്റോക്ക് രണ്ടും ഇപ്പോൾ താഴേക്കാണ്. ഓല ഇലക്ട്രിക് ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോ, TVS പോലത്തെ വലിയ കമ്പനികളും ഇപ്പോൾ EV സ്പേസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓല ഇലക്ട്രിക്കിന്റെ മാർക്കറ്റ് ഷെയർ താഴേക്ക് പോവുകയാണ്. ഇതുകൂടാതെ കമ്പനിക്ക് അടുത്ത് കസ്റ്റമേഴ്സിനടുത്ത് ഒരുപാട് കംപ്ലൈന്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ അടുത്ത് നിന്ന്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി വഷളാവാൻ ഫൗണ്ടർ ഭവീഷ് അഗർവാൾ ഇന്ത്യയിൽ 4000 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ സെബി അവർക്ക് വാർണിംഗ് നൽകി. ഇപ്പോൾ സെബിയുടെ പോയിന്റ് ഔട്ട് ചെയ്തത്, അതായത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള അനൗൺസ്മെന്റ് ആദ്യം BSE അതുപോലെ NSEയിൽ ഷെയർ ചെയ്യണമെന്നാണ്. ഇനി ബിസിനസ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓല പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഓല ജിം, പവർ കോഡ്, അതുപോലെ ഭാരത് സെല്ലും. പക്ഷേ ഇവിടുത്തെ വലിയൊരു ചോദ്യം ഇതാണ്, ഓല ഇപ്പോൾ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്ത വഴി ഇപ്പോൾ അവർക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യുക.